കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അതിഭീകരമായിട്ടുള്ള വിലക്കയറ്റത്തിന്റെ പിടിയിലാണ് കേരളം ഇന്നുള്ളത്. ഓണക്കാലത്ത് വിലക്കയറ്റം അതിന്റെ പാരമ്യത്തിലെത്തിയിട്ടുള്ളതാണ്. നിത്യോപയോഗ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സർവ്വസാധനങ്ങളുടെയും വില ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്നലെ നിയമസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസിന്റെ മന്ത്രി അദ്ദേഹം നടത്തിയിട്ടുള്ള വിശദീകരണം കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുകയാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ചെയ്തിട്ടുള്ളത്. അദ്ദേഹം നിയമസഭയിൽ അങ്ങനെ ഒരു പ്രതിഭാസമേ കേരളത്തിലില്ല എന്ന വിചിത്രമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഈ ഭക്ഷ്യമന്ത്രി ആരെയാണ് വിഡ്ഢിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അഖിലേന്ത്യാ ശരാശരിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ കുറവാണ് എന്നാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇതാരാണ് അഖിലേന്ത്യാ ശരാശരി ഭക്ഷ്യമന്ത്രിയെ പഠിപ്പിച്ചത്? ആരെഴുതി കൊടുത്ത കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചത്? രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പണപ്പെരുപ്പത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോകുന്നത്. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ സമ്പൂർണ്ണമായി നരേന്ദ്രമോദി ഗവൺമെന്റ് വിജയിച്ചിരിക്കുന്നു എന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാലഘട്ടത്തിലാണ്. രാജ്യത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും വിലക്കയറ്റം എന്നുള്ള വാക്ക് പോലും സംസാരിക്കാൻ സാധിക്കുന്ന സാഹചര്യമില്ല. കാരണം രാജ്യത്തിലെ പണപ്പെരുപ്പത്തിന്റെ തോത് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ 10 വർഷക്കാലത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് സാധിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ഈ പണപ്പെരുപ്പം കുറച്ചു കൊണ്ടുവരാൻ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? കഴിഞ്ഞ ദേശീയ ശരാശരി എന്ന് പറയുന്നത് 2.07%. എന്നാൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത് 9.04% ശതമാനമാണ്. ഭക്ഷ്യമന്ത്രിക്ക് ഈ ശതമാനം തമ്മിൽ വ്യത്യാസം അറിയില്ലേ? ഇപ്പൊ GSTയുടെ നിരക്ക് കുറച്ചപ്പോ അതിന്റെ ഗുണഫലം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ഇന്നലെ മന്ത്രി പറയുന്നത്, ക്ഷീരവകുപ്പ് മന്ത്രി പറയുന്നത് പാലിന്റെ വില കൂട്ടുമെന്നാണ്. പാൽ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ GST എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വില കുറയുകയല്ലേ വേണ്ടത്? അതിന്റെ ഗുണഫലം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടണ്ടേ? അതിന് പകരം വില കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇത്രമാത്രം സാമ്പത്തിക രംഗത്ത് മിസ്മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഇല്ല. ഒരു ഭാഗത്ത് ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ധൂർത്തും ദുർവ്യവും ഈ സർക്കാരിന്റെ മുഖമുദ്രയായിട്ട് മാറുകയാണ്. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ചെയ്യുന്നത് സർക്കാരിന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള സേഫ്റ്റി വാൾവ് തുറന്നു കൊടുക്കുകയാണ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്താൽ അത് സർക്കാർ പ്രതിക്കൂട്ടിലാകുമെന്നുള്ളത് കൊണ്ടാണ് ജനങ്ങളെ ബാധിക്കാത്ത മറ്റു ചില വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിന് രക്ഷപ്പെടാൻ ആവശ്യമായ സേഫ്റ്റി വാൾവ് തുറന്നു കൊടുക്കുന്ന നടപടി VD സതീശന്റെ ഭാഗത്തുണ്ടാകും. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ഇങ്ങനെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഭരണകൂടവും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മുഖവിലക്കെടുക്കാൻ തയ്യാറാകാത്ത ഒരു പ്രതിപക്ഷവുമായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപകടകരമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്.